നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. ജനറൽ റീഡിങ്സ് ആണ്, റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് തന്നെ റീഡിങ്സ് കാണുക. നിങ്ങൾക്ക് ഡിവൈൻ നല്ലൊരു ഗൈഡൻസ് നൽകട്ടെ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കാവുള്ളൂ. സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണോ നമ്മൾ ചുരുക്കേണ്ടത്, എവിടേക്കാണോ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്, അതെല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കണം. മണി അഫർമേഷൻസ് നിർബന്ധമായിട്ട് ചൊല്ലണം. പണം എന്നൊരു കാര്യം നിങ്ങളിലേക്ക് നാനാ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഓപ്പണായി കിട്ടും. ഓരോ മാർഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിന് ഉത്സാഹം തോന്നും. സാമ്പത്തികം ഉണ്ടാക്കണം, എനിക്കത് കൈകാര്യം ചെയ്യണം. അത് നല്ല രീതിയിൽ, അതായത് വരുന്ന പണം പോലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരില്ല. ആവശ്യങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മണി അഫർമേഷൻസ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ. അതുപോലെ വരാഹി മന്ത്രം വേണമെങ്കിൽ മാത്രം, നമുക്ക് ഒരുപാട് ബ്ലോക്കേജ്, ശത്രു ദോഷങ്ങളൊക്കെ തോന്നുന്നുവെങ്കിൽ മാത്രം വരാഹി അമ്മയുടെ മന്ത്രങ്ങൾ എഴുതുക. അതൊക്കെ കൃത്യതയോടുകൂടി ചെയ്താലാണ് ഫലം കിട്ടുകയുള്ളൂ. വിശ്വാസവും വേണം. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ റൈറ്റിംഗ് ഹീലിങ്ങിലും അഫർമേഷൻസും എഴുതുക. നിങ്ങളെ ഉപദേശിക്കുന്നതായിട്ട് നിങ്ങൾ കാണണ്ടായിട്ട്. എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി, അല്ലാത്തത് നിങ്ങൾ വിട്ടുകളയുക. അങ്ങനെ എനിക്കിപ്പോൾ ഉപദേശിച്ച് നിങ്ങളെയൊക്കെ നന്നാക്കുക അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുക എന്നൊരാഗ്രഹവും എനിക്ക് പ്രകടിപ്പിക്കേണ്ടതായിട്ടില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചപ്പം, ഞാനത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചില ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ ദിവസത്തെ റീഡിങ്സിൽ എന്തോ പറഞ്ഞതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ. ആരെയും ഉപദേശിച്ചൊന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ആരെ ഉപദേശിച്ചാലും അവർക്ക് സ്വയം മാറണമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് ആർക്കും മാറാനും സാധിക്കില്ല കേട്ടോ. ഉപദേശം ഈ കാതിക്കൂടി കേട്ട് ആ കാതിക്കൂടി അങ്ങ് പുറത്തേക്ക് കളയുകയല്ലാതെ നമുക്ക് മാറണമെന്ന് ചിന്തിച്ച് മാത്രം നമ്മൾ ഇറങ്ങിയാലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അത് ആരുടെ ഉപദേശമൊന്നും വേണ്ട. നമുക്ക് ശരിക്കും നല്ല അനുഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ മാറിക്കോളൂ ഓട്ടോമാറ്റിക്കലി തന്നെ ഓരോ വ്യക്തികളും. അതുകൊണ്ട് ഉപദേശം ഒന്നും ആരുടെയും കൊണ്ട് നമ്മൾ ആരും രക്ഷപ്പെടില്ല. നമുക്ക് മാറ്റങ്ങളും വരില്ല, ഒന്നുമില്ല. നമ്മൾ സ്വയം മാറേണ്ട സമയമാവുമ്പം അത് മാറിക്കോളും. പിന്നെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റെമഡീസുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്ന് ഫസ്റ്റ് ആദ്യത്തെ എനർജിയിൽ തന്നെ നമുക്കൊരു ചെറിയൊരു നിരാശയുടെ അല്ലെങ്കിൽ ഒരു ഒന്നും താല്പര്യക്കുറവിൻ്റെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഇമോഷണലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഉപേക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വന്നാൽ പോലും നിങ്ങൾക്കത് വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരുടെയൊക്കെ എനർജിയിൽ ഫാദറിനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം, ഫാദറിൻ്റെ സപ്പോർട്ടാവാം, ഇമോഷണൽ പരമായൊരു സപ്പോർട്ടാവാം, അതല്ലെങ്കിൽ ഫാദർ എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് വന്നു ചേരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ആഗ്രഹിച്ച സമയത്ത് കിട്ടാത്തതായിരിക്കും ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. പക്ഷെ നിങ്ങളത് വേണ്ട എന്ന് ചിന്തിക്കുന്ന, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഫീലിങ്സിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം കണക്റ്റ് ചെയ്ത് വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്കത് വേണ്ട
ആ ഒരു സൗഭാഗ്യം വേണ്ട എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ കടന്നു പോകുന്ന ദിവസമാണ് കേട്ടോ. ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗുരുക്കന്മാരെ കാണാനും ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കാനുമൊക്കെ ഉള്ളൊരു യോഗം ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലീഗൽപരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളത് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നിയമ പോരാട്ടം നടത്തിയിട്ട് നിങ്ങളുടെ സമയത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ടൈമിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയ കാര്യങ്ങൾക്കും നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ എനർജിയിലേക്ക് നോക്കുമ്പം മനസ്സിൽ വെച്ചിരുന്ന പല കാര്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നിങ്ങൾ അവസാനിപ്പിച്ച് റിജക്റ്റ് ചെയ്ത് കളയുന്നു, ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് കാണുന്നുണ്ട്. ദ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മാര്യേജ് സംബന്ധമാകുന്ന ഫാമിലി ബന്ധങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്കൊരു ദൃഢതയുണ്ട് ഇന്നത്തെ ദിവസം. പാർട്ട്ണറുമായിട്ടുള്ള ചില ചിലപ്പോൾ മുൻ സമയങ്ങളിലൊക്കെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയോ ഒരു അകലം പാലിച്ച് നിൽക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണ് എങ്കിൽ ആ ഒരു അകൽച്ച മാറി നിങ്ങൾക്ക് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനും നല്ലൊരു ബോണ്ടുള്ള പവർഫുള്ളായൊരു ലൈഫ് സിറ്റുവേഷൻസും ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്നു. ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കുമ്പം കുറച്ച് നിന്നവരെ അടുപ്പിക്കുന്നതായിട്ട് കൂടിച്ചേരുന്നതായിട്ട് അല്ലെങ്കിൽ മനസ്സിനകത്തുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, അത് പ്രണയബന്ധമാവാം സൗഹൃദ ബന്ധമാവാം, നിങ്ങളുമായിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ കടന്നുപോയ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ല ശക്തമാകുന്ന പവർഫുള്ളാകുന്ന ഒരു ലോങ് ടൈം കണക്റ്റ് ചെയ്ത് പോകാൻ പാകത്തിന് ഒരു ദൃഢതയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സെക്കൻഡ് ചാൻസ് എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും രീതിയിൽ അകന്ന് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുക്കാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഇച്ചിരി അകന്നൊക്കെ നിന്ന വ്യക്തികൾക്ക് ആ ഒരു അകലം മനസ്സുകൊണ്ടാണേലും ശരീരം കൊണ്ടാണേലും ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന വ്യക്തികൾക്ക് ആ ഒരു അകലം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊന്ന് പൊരുത്തപ്പെടാനായിട്ട് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സന്ദർഭം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയും ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. വളരെ ക്ലാരിറ്റിയോടുകൂടി മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് സാധിക്കും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ പവർഫുള്ളും സ്ട്രോങ്ങും അതുപോലെ തന്നെ ഫ്യൂച്ചർ എനർജിയിലേക്ക് നിങ്ങൾക്കത് ഗുണകരമാകുന്നതുമായ സിറ്റുവേഷൻസാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അതിനകത്ത് ആക്ഷൻ എടുക്കാതെ നിങ്ങൾ നിന്നുവെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇരയാക്കപ്പെട്ടു എന്ന് തോന്നിയെടുത്ത് നിന്നും അല്ലെങ്കിൽ സ്വയം ഒരു ബന്ധന അവസ്ഥയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ശക്തമായിട്ടൊരു മസ്കുലൻ എനർജിയുടെ പവറോടുകൂടി നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ ചൂസ് ചെയ്ത ഒരു സമയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ട്രാപ്പിലായി പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയിട്ടുള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കാതെ നിങ്ങൾ സ്തംഭനാവസ്ഥ സ്റ്റക്കായി പോയ സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ ഇന്ന് പറ്റുന്നുണ്ട്. അതായത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മെൻ്റൽ പവർ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു വിൽ പവർ എനർജി വരുന്നുണ്ട്. മുന്നോട്ട് എന്ത് തീരുമാനവും, എത്ര കടുത്ത തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ മടിയില്ല എന്നുള്ള ഒരു ഫീലിങ്സിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർ മേഖലയിലൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് മുന്നിൽ ശത്രുതാഭാവത്തോടു കൂടി നിന്ന വ്യക്തികളെയൊക്കെ നിങ്ങളും മനസ്സിൽ അത് അറിയാമെങ്കിലും പുറമേ സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കടന്നു പോകാൻ പറ്റും കേട്ടോ. അതുപോലെ ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ മായാവലയത്തിൽ പെടുത്താൻ, അതായത് മോഹം വലയത്തിൽ പെടുത്താൻ, അതായത് ആഗ്രഹം നൽകി നിങ്ങളുടെ ആ ഒരു ബലഹീനതയെ മനസ്സിലാക്കി നിങ്ങളെ ഇന്നത്തെ ദിവസം ആരെങ്കിലും ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കണം. അതായത്
കിങ് ഓഫ് ഫാൻസിൻ്റെ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി പോലെ വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിൽക്കാവുള്ളൂ. അതായത് നമ്മളുടെ ബലഹീനത, നമുക്ക് എവിടെയാണ് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്ന നമ്മളുടെ ആ ഒരു സാഹചര്യത്തെ, മർമ്മത്തെ നോക്കി പിടിക്കാൻ കഴിവുള്ള വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണം. അതായത് ഓരോ വ്യക്തികളുടെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളുമെല്ലാം നിങ്ങളോടൊപ്പം കടന്നു പോകുന്ന വ്യക്തികളിൽ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി ഇതിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം കരിയർ മേഖലയിലൊക്കെ നല്ല ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ദൃഢനിശ്ചയം, പവർഫുള്ളായ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയൊക്കെ നിങ്ങളൊന്ന് പുറത്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവും അതുപോലെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കൃത്യനിഷ്ഠയും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മേഖലയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ് എനർജിയൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ക്ലാരിറ്റിയോട് കൊണ്ടുപോകാൻ പറ്റാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും നിങ്ങൾക്ക് വളരെയധികം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പാസ്റ്റ് നമുക്ക് ഒരുപാട് വീഴ്ചകളും തളർച്ചകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് എപ്പോഴും കണക്റ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ ഹൃദയം എത്ര നമ്മൾ ശ്രമിച്ചാലും പാസ്റ്റ് എന്ന് പറയുന്ന ഒരു മുറിവിനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. അതൊരു പാഠമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതിനെ വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കാൻ നമ്മളൊരു മൈൻഡ് പവർ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അതൊരിക്കലും നമുക്കെടുത്ത് പുറത്ത് കളയാൻ പറ്റില്ല. അതിങ്ങനെ കിടക്കും നമ്മളെല്ലാ വ്യക്തികളിലും. പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കിടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ കിടക്കും. അതിനെ മറികടക്കാൻ നമുക്ക് എന്ന് പറ്റുന്നോ? പാസ്റ്റിനെ നമുക്ക് വലിയ വില കൊടുക്കാതെ, വാല്യൂ കൊടുക്കാതെ, അതൊക്കെ അങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നമുക്ക് ചിരിച്ച് തള്ളാൻ ഏത് സമയം തൊട്ട് സാധിക്കുന്നുവോ അപ്പം തൊട്ടേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. അല്ലെങ്കിൽ പാസ്റ്റ് എനർജി തന്നെ വീണ്ടും വീണ്ടും നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ പാസ്റ്റിനെ മറന്നു കളയുക, അതിനെ വിട്ട് കളയുക. ഇന്നലകളെ നമുക്ക് ഒരിക്കലും നമ്മളിൽ നിന്നും പുറത്ത് കളയാൻ പറ്റില്ല. പക്ഷെ അതിനെ നമുക്ക് നേരിടാൻ ശക്തി നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യണം. അവിടെ വെച്ചാണ് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. ടെമ്പറൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. 100% നിങ്ങൾക്ക് അത് സാധിക്കുന്നു ഇന്ന് മുതലെന്നാണ് കാണുന്നത്. പ്രണയബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് സ്നേഹം നടിച്ച് നിങ്ങളോടൊപ്പം നിന്നിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തികളായിക്കോട്ടെ, തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനെയെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ഇന്ന് പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു വളരെ ഇതായിട്ട് എന്താ പറയുക, പോസിറ്റീവായിട്ട് കണ്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കണക്റ്റ് ചെയ്യുക, ആവശ്യമില്ലാത്തതിനെ വിട്ടുകളയുക. അതായത് നമുക്ക് ചുമക്കാൻ പറ്റുന്ന, നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക എന്നതാണ്. അതായത് ടോക്സിക് ആകുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഭാരം പോലെ നിൽക്കുന്ന സിറ്റുവേഷൻസിനൊന്നും ഒരിക്കലും നിങ്ങളിലേക്ക് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് നിൽക്കരുത്. ഒരു ബർഡനായിട്ട് ലൈഫിൽ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ സ്വീകരിക്കരുത്. ആവശ്യമില്ലാത്തതിനെ വിട്ട് കളയുക, ആവശ്യമുള്ളതിനെ എടുക്കുക. പിന്നെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം, ഒരു ചെറിയ ചീറ്റിംഗ് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും പ്രാധാന്യമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നൊരു ചീറ്റിങ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരാം. അതൊരു പക്ഷേ ഫിനാൻഷ്യലി സംബന്ധമായിട്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാവലിങ്ങിനെ കണക്റ്റ് ചെയ്തിട്ടാവാം. ഒരു ചീറ്റിംഗ് പ്രസൻസിൻ്റെ ഒരു സത്യാവസ്ഥ, ആ ഒരു കാര്യം നിങ്ങൾക്കിന്ന് വെളിപ്പെടുന്നു, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടെയും വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുക. കാരണം നമുക്ക് അർഹതയുള്ളതൊക്കെ നമ്മളെ തേടി വരും, നമുക്ക് കിട്ടിയിരിക്കും. അർഹതയില്ലാത്തതൊക്കെയാണ് നമ്മളിൽ നിന്നും പോകുന്നത്. അതൊരു പക്ഷേ ഒരു ചീറ്റിങ് പോലെയാകാം, അല്ലാതെ സാഹചര്യം കൊണ്ടാവാം. അപ്പം അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഏത് സാഹചര്യമാണെങ്കിലും നഷ്ടപ്പെടുന്നതൊന്നും നമുക്കുള്ളതല്ലായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സാഹചര്യങ്ങളിൽ നിന്നോ ഇന്നൊരു ചീറ്റിംഗ് ഉണ്ടായാൽ
ശക്തമായിട്ട് അതിനൊരു ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് അർഹതയുള്ളത് അതിനേക്കാൾ വലുതാണ്, അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്നാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പുതിയ ചില തുടക്കങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, പുതിയ മാറ്റങ്ങൾ ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിന് പറ്റിയ കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന്, പുതിയ മാറ്റത്തിന്, നിങ്ങളെ വേണ്ട എന്ന് വെച്ച പലയിടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ തയ്യാറാകുന്നു, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ഇനി മുതൽ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. അതൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് ചുറ്റുമുള്ളവരെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അയ്യോ അവരെന്താണ് വിചാരിക്കുന്നത്, അവരുടെ ഒപ്പം നിന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കടന്നു പോകുന്നത്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല കേട്ടോ. നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ്, ഹെൽത്തിയാണ്, ഇമോഷണൽ ബാലൻസ് ആണ്, നമുക്കെന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നതെന്ന് ചിന്തിക്കുക. അപ്പം ആ ഒരു എനർജിയിലേക്ക്, ഒരു മെച്യൂരിറ്റിയിലേക്ക്, ഒരു പക്വതയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. മാത്രവുമല്ല മറ്റുള്ളവരിലേക്കൊന്നും ഇൻവോൾവ് ആകണ്ട, ഞാൻ എന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനവും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. ദ സ്റ്റാർ എനർജിയാണ്. അതിനെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്ത്, നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിലാണ് നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ എനർജിയിലേക്കാണ്. നിങ്ങൾ എല്ലാവരേക്കാൾ സ്പെഷ്യലായ ഒരു വ്യക്തിയായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സക്സസ് ആണ്, സ്റ്റാറാണ്, പ്രശസ്തിയാണ്. നിങ്ങളെ മറ്റുള്ളവർ നാളെ 4 പേര് അറിയാൻ പാകത്തിന് നിങ്ങൾ മാറുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് ഒന്നിലധികം മേഖലകളിൽ നിങ്ങൾ ശോഭിക്കപ്പെടും. അതായത് ഒരിടത്ത് മാത്രമല്ല, ഒന്നിലധികം മേഖലകളിൽ നിങ്ങൾ ശോഭിക്കപ്പെടും. നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിനി ഉറച്ച ഒരു തീരുമാനം ഹെർമിറ്റ് എനർജിയിലേക്ക്, അതായത് നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ വളരെയധികം സേഫാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഫാമിലിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്കൊരു പോസിറ്റീവായൊരു സമൃദ്ധിയുടെ ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ. പേരൻസായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസ് മാറി സ്ട്രോങ് ആവുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. കാർമിക് സമയത്തിൽ നിന്നവർ, അതായത് ഒരു മദർ എനർജിയെ സംബന്ധിച്ച് മദറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വരച്ചേർച്ചക്കുറവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെത്രയും പെട്ടെന്ന് നിങ്ങൾ തീർക്കണം. മൂൺ എനർജിയുടെ പ്രസൻസും എംബറസിൻ്റെ പ്രസൻസും കൂടി കണക്റ്റ് ചെയ്ത് വന്ന് നിൽക്കുകയാണ്. മദർ എനർജികളുമായിട്ട്, അത് ഭർത്താവിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ ഭാര്യയുടെ ആയിക്കോട്ടെ, ഒരു മദർ പ്രസൻസ് ഉള്ള ഒരു ഗുരുനാഥയുടെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, ഒരു മദർ എനർജിക്ക് സാമ്യമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കുക. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ത്തിൻ്റെ സമയമായി. നിങ്ങൾക്ക് വരാൻ പോകുന്ന പുതിയ ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേഞ്ച് ആവണം കേട്ടോ. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. നിങ്ങളിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചശക്തിയോട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾക്കത് അർഹതയുള്ളതാണ്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. റിമൈനിങ് പോസിറ്റീവ്, നിങ്ങൾ പോസിറ്റീവായിട്ട് തുടരുക എന്നാണ്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, അതായത് സംസാരം, മറ്റു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ പോസിറ്റീവായിട്ട് തന്നെ
കണക്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കാലം അനുകൂലമാവുകയാണ്, നിങ്ങൾക്ക് ഗ്രോത്ത്, നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുകയാണ്. അപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളും വളരെ ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അർഹതയുള്ളത് തട്ടിമാറ്റപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം അതിന് പറ്റിയ സമയമല്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും ഈഗോയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കണമെന്നോ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണമെന്നോ ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു പകരം വീട്ടലിൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു ശക്തമാകുന്ന തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സമയം നിങ്ങൾക്കതിനുള്ളതല്ല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് നമ്മളോട് പ്രപഞ്ചശക്തി, ഡിവൈൻ എനർജി പറയുന്നത്.